ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ മെയ് 12 നടക്കും. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ മെയ് 12 ആരംഭിക്കും. 100,000-ലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കുന്നത്. രാവിലെ 10:15 തുടങ്ങുന്ന ഊട്ടുനേർച്ച സദ്യ രാത്രി വരെ തുടരും. തൃപ്പൂണിത്തുറ ആനന്ദപ്പയ്യയുടെ നേതൃത്വത്തിലുള്ള 100-ലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. ഇതിനായി ടൺ കണക്കിന് അരി, പച്ചക്കറി എന്നിവ സംഭരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ റെവറൻഡ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പാചകപ്പുരയിലെ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ ചൊവ്വാഴ്ച രാത്രി വരെ പാചകം തുടരും. പ്രസിദ്ധേന്തിമാർക്ക് വേണ്ടി നടത്തിയ ദിവ്യബലിയിൽ റെവറൻഡ് മോൺസിനോർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമ്മികനായി. തുടർന്ന് ഈ വർഷത്തെ തിരുനാളിന്റെ ഭാഗമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ഈ വർഷത്തെ കാരുണ്യ പ്രവർത്തനത്തിനായി 8 ലക്ഷം രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 റെവറൻഡ് ഡോക്ടർ ഹെൽവസ് റസാരിയുടെ മുഖ്യ കാർമ്മികത്തിൽ ദിവ്യബലി, നൊവേന, ആരാധന തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടക്കുന്ന കരച്ചുറ്റി പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 12-ാം തീയതി ചൊവ്വാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകും. 10:15 പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി, നൊവേന, ആരാധന, പ്രദക്ഷിണം എന്നിവ നടത്തപ്പെടും. രാവിലെ 6:15 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവയുണ്ടായിരിക്കും. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുനാൾ ദിനത്തിൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും സൗഖ്യദായകമായ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും സെക്യൂരിറ്റിയും വോളണ്ടിയർമാരും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പള്ളിയും പരിസരവും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിൽ ആയിരിക്കും. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ സൗഖ്യദായകമായ ഊട്ടുതിരുനാളിൽ പങ്കുകൊള്ളുന്നതിനു വേണ്ടി നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികളെയും സ്വീകരിക്കുന്നതിനായി ചെട്ടിക്കാടും തീർത്ഥാടന കേന്ദ്രവും ഒരുങ്ങിയതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി എന്നിവർ അറിയിച്ചു. പക്ഷേ ചെട്ടിക്കാട് പള്ളിയിലേക്ക് സഹായം ആവശ്യപ്പെട്ടു വരുന്ന ആരും തന്നെ ഇവിടെ നിന്നും വെറുതെ മടങ്ങി പോകാറില്ല. ഏത് സമയത്തായാലും ഏത് ദിവസമായാലും ഒത്തിരിയേറെ നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പലരുടെയും സഹായത്തോടു കൂടി തന്നെ അപ്രകാരമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ വർഷവും തുടരുകയാണ്. ഏതാണ്ട് ഒരു വർഷം 7-8 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ഒരു വർഷത്തിലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മോൺസിനോർ റോബിനും ഒപ്പം എറണാകുളം സോഷ്യൽ സർവീസ് സെന്ററിന്റെ ഡയറക്ടറായിരിക്കുന്ന സിച്ചൻ അച്ഛനും കൂടി ഒരുമിച്ച് ചേർന്ന് നിർവഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.